അല്ലാതെ നമ്മള് എല്ലാ കാര്യങ്ങളും കേട്ടോണ്ട് ഇരിക്കാൻ പറ്റില്ല. അത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുക വേണം. കുട്ടിക്ക് ഈ കളറാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്നാളുടെ നിറാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്റെ നിറമില്ല, അല്ലെങ്കിൽ ആളുടെ നിറാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ വർണ്ണം വിവേചിക്കുന്ന പറയേണ്ട കാര്യമില്ല. എന്റെ കുട്ടിക്ക് മാത്രമല്ല ഞാനത് പറഞ്ഞത്. അത് നാളെ ഒരു സമയം ആരോടും പോയി പറയുന്നത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പ്രസവിച്ച് അടക്കുമ്പോഴായിരുന്നു അത്. ഞാൻ പ്രസവിച്ച് എത്ര കാക്കും 3 4 2-3 ദിവസം നടന്നൊരു കാര്യമാണ്. സംഭവം ഒന്നുമില്ല, ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന ചെറിയൊരു കാര്യമാണ്. നമ്മള് നടന്ന കാര്യം നമുക്ക് 2 കൂട്ടർക്ക് അറിയാം എന്താണ് എവിടെയാണ് സംഭവിച്ചതെന്ന്. പിന്നെ അതില് ആളുടെ ബ്രദർ നൗഫൽ ഇടപെട്ടിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു, സംസാരിച്ചു, അവിടെ പോയി ഒക്കെ സോൾവ് ചെയ്തു. വാപ്പല്ലാത്തൊരു കുറവ് അങ്ങനെ ഇല്ല, മൂപ്പരനോ ഇല്ല, ഒക്കെ ചെയ്ത വാപ്പാന്റെ ഒരു സ്ഥാനം അത്ര. എനിക്ക് വാപ്പാന്റെ ഒരു സ്ഥാനത്താണ് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. എല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ്. പിന്നെ കണ്ടിൽ നിന്ന് നല്ല ക്ഷമിക്കുന്ന ഒരാളാണ്, ക്ഷമയുള്ള ആളാണ്. എനിക്ക് അങ്ങനത്തെ ക്ഷമയൊന്നും ഇല്ല. പ്രേമിച്ചോട് നടക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ഞാൻ ആരെ കേട്ടൊരു അതന്നെയാണോ അത്? ഞാനൊരു എനിക്കൊരു ഫ്രോക്ക് അതിന്റെയാണോ? ഇത് വീട്ടില് പിടിക്കത്തില്ലേ? അന്ന് സോഫിന്റെ അവിടെ ഓളെ തലയിലിട്ട് ഇതെന്താ സംഭവം നമുക്ക് പോസ്റ്റ്മോർട്ടം എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് സംഭവം അറിയില്ലല്ലോ. എന്നാലും നമുക്കത് കാണാനൊന്നും വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റുന്നൊക്കെ ഓരോന്നോളം കൊണ്ട് ഞാൻ പറയേ ഒന്നും പ്രശ്നമൊന്നുമില്ല, നീ ഓക്കെയാണ് നിനക്ക് തോന്നലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാക്സിമം ഒരു എന്താണ് അവിടെ ഇങ്ങോട്ടും പോവാൻ നമ്മൾ കൊണ്ടുപോയില്ലേ, ബാലൻസ് ചെയ്തിട്ട് അതേപറ്റി കൊണ്ടുപോയി. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ടെൻഷൻ മാറുന്നായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം എങ്ങനെയെങ്കിലും ഡെലിവറി കഴിഞ്ഞിരുന്നെങ്കിൽ ടെൻഷൻ മാറുമല്ലോ എന്നായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് വീണ്ടും ടെൻഷൻ കൂടുതൽ. കുട്ടി പാല് നമ്മള് തരിപ്പ് കയറ്റും, അപ്പൊ ശ്വാസം പോവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സംഭവം. പിന്നെ ഓൾറെഡി ഒരു കുട്ടിയുള്ള ആൾക്കാണെങ്കിൽ അത് സുപരിചിതമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും നേരിടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളെ മുന്നിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ എത്ര അറിയുള്ളൂ. ഇത് നല്ല ഏതൊരു കാര്യമായാലും നമ്മള് മറ്റേ ബെന്യാമിൻ പറഞ്ഞ പോലെ നമ്മളെ കാണാത്ത കഥകളിൽ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത്. അതേപോലെ കുട്ടി ചിലപ്പോൾ കരയുമ്പോഴൊക്കെ ശ്വാസം പിടിച്ചോണ്ട് നിൽക്കും. അതിന്റെ നിന്ന നിപ്പിൽ തന്നെ നമ്മള് ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു പാനിക്കായി പോകും പെട്ടെന്ന്. അപ്പോ മനസ്സിലായി ഇത് ഇങ്ങനെയാണ് കാര്യങ്ങള്. സംഭവം ഇപ്പോഴാണ് ഇങ്ങോട്ടാണ് ടെൻഷൻ കൂടുന്നതെന്ന് മനസ്സിലായി. കുട്ടി വളർന്ന അനുസരിച്ചിട്ട് ടെൻഷൻ റിസ്ക് ബെയറിംഗ് ആണല്ലോ നമുക്ക് കൂടുതൽ. ഈ ബേബിയെ നമ്മളൊന്ന് ചെറുതായിട്ട് ആദ്യം പേടിപ്പിച്ചായിരുന്നു. കരഞ്ഞില്ലേ? ഡെലിവറി കഴിഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു വേഗം. പിന്നെ നഴ്സുമാര് വേഗം കുട്ടിനെ കൊണ്ട് ഓടി. കുട്ടി അതാ നോക്കിയില്ല, അത് പെണ്ണാണോ ആണാണോ നോക്കിയില്ല. നമ്മൾ ആ ഒരു ഇതിനകത്ത് കുട്ടി വന്ന സന്തോഷത്തിൽ അങ്ങനെ ഇങ്ങനെ നിക്കുകയാണ്. അതില് കുട്ടി ജെൻഡർ ഏതാണെന്ന് ആരും നോക്കിയില്ല. ഡോക്ടർ നോക്കിയില്ല. അതില് പിന്നെ ഡോക്ടർ പെട്ടെന്ന് നഴ്സിനോട് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ എന്റെ കുട്ടി പറഞ്ഞു. അല്ല നഴ്സ് പറഞ്ഞു കുട്ടിനെ അല്ല കാക്ക് കഴിച്ച് ഡോക്ടറോട്, ഡോക്ടറെ കുട്ടി അത് അയ്യോ കുട്ടിനെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ ഉപ്പയായ സമയത്തെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഉമ്മയായ സമയത്ത് ഇവിടെ വല്ല മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് മേജർ മാറ്റം എന്നുള്ളത് ഉറക്കമൊക്കെ കണ്ട് കുറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഒരു പ്രായം വരെ ചെയ്തേ പറ്റുള്ളൂ. തുടക്കത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലാണ്. കാരണം ആ ഒരു 40 ദിവസത്തിനുള്ളിലേ ഭയങ്കര കരച്ചില് പിടിവാശിയൊക്കെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വരെ ഇങ്ങോട്ട് പിന്നെ മുന്നേക്ക് ആളുകൾക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ പിന്നെ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റം. അതൊരു ബുദ്ധിമുട്ടൊന്നുമല്ലോ ഞാൻ പറഞ്ഞത്, ചേഞ്ച് ആണ് പറഞ്ഞത്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നോ ശരിക്കും? കൊച്ചു വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പ്രിപ്പയർഡ് ഒക്കെ വരായികളൊക്കെ മുന്നേ മനസ്സിലാക്കി വെച്ചു ഇങ്ങനെയൊക്കെ തന്നെ ആവേ. കാരണം 3 മാസം എന്റെ വീട്ടിലായിരുന്നു. അവരിങ്ങനെ സീനണ്ടപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ പ്രിപ്പയർഡ് ആയി. അതിങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് മനസ്സിലായി.
ഒന്നുമില്ലല്ലോ പിന്നെ. ഇപ്പൊ ഒന്നുറങ്ങി മൂന്നാമത്തെ കുട്ടിയാണല്ലോ, ഉമ്മക്ക് ഭയങ്കര ഹാപ്പി ആയി, കൊച്ചുമക്കളെ കൊണ്ട് നിറഞ്ഞു കുടുങ്ങിട്ട്. അവിടെ വേറെ രസമുണ്ട്. ഞങ്ങളവിടെ പോകുമ്പോ പ്രസവ വാർഡിൽ പോയ കണക്കാണ്. ഒരു കുട്ടി ഉറങ്ങുമ്പോ 2 കുട്ടി ഉറങ്ങുമ്പോ ഒരാൾ ഇനിക്കും, അടുത്ത 2 ആൾ ഉറങ്ങുമ്പോ ഒരാൾ എപ്പോഴും വീട് ഓണായിരിക്കും. ഞാൻ അവിടെ പോകുമ്പോൾ പറയും, ഇത് മറ്റേ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാൽ മക്കളുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. അവിടെ എപ്പോഴും കുട്ടികളായിട്ട് നല്ല രസമാണ്. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ആ സമയത്ത് ആള് പ്രഗ്നന്റ് ആയപ്പോൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നൊക്കെ. ആളുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കാരണം അല്ല അങ്ങനെയല്ല, നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു എന്താ വേദന ഇല്ല, പ്രസവത്തിന് വേദന ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വേദന ഉണ്ടാവും, നല്ല പോലെ ഉണ്ടാവും, പക്ഷെ എനക്ക് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് ഇതാണ് സ്ഥിരം പെൺകുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്ന മോട്ടിവേഷൻ. പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് പറ്റും. ഞാൻ പിന്നെ കുറച്ചൊക്കെ വേദന കടിച്ചു പിടിച്ച് എന്റെ അതിൽ നിർത്തും. ഭാവിക്ക് ഒട്ടും പറ്റാത്ത ആളാ, അതുകൊണ്ട് പിന്നെ ഭാവി അറിയും ഞാൻ പിടിച്ചു, ഞാൻ എന്തായാലും പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് എന്തായാലും പറ്റും. അപ്പൊ നോക്കണ്ട. ഡെലിവറി എങ്ങനെയായിരുന്നു ശരിക്കും? കോംപ്ലിക്കേറ്റഡ് ഓർമ്മയില്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ സ്യൂട്ട് റൂമിൽ കയറിയല്ലോ, ഞാനുള്ളപ്പോ ഞാൻ സ്യൂട്ട് റൂമിൽ കയറി. കാരണം കയറിയെന്ന് വെച്ചാല് ഒന്നാമത് കയറി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് എങ്ങനെയാണ് ഒരു ജന്മം നൽകിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എനിക്കത് എങ്ങനെയാന്ന് ആഗ്രഹമല്ല കേട്ടോ, അതെങ്ങനെ അറിയാനുള്ളൊരു ക്യൂരിയസ് ഉണ്ടായിരുന്നു. അതന്ന് കയറി. പിന്നെ അതിലുവരെ ഇവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവെച്ചാല്, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പൊ അതൊരു ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആ ഒരു ടൈമിൽ, ആ ഒരു ഡെലിവറി ടൈമില് ഏറ്റവും പുണ്യമായ, എനിക്കൊന്ന് ഭൂമിയിൽ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക് ഒരു പെണ്ണെന്ന സ്ഥിതിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ എനിക്ക് എന്തെങ്കിലും എന്നെ പറ്റി ഇപ്പൊ ചെയ്യാൻ പറ്റിയാല് അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പൊ കയറി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-10 മണിക്കൂറോളം കണ്ടിന്യൂസ് ലേബർ റൂമിൽ ഞാൻ ആളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ കയറിയിട്ട് പിന്നെ രാവിലെ ഒരു 10-11 മണിക്ക് കയറിയിട്ട് ഡെലിവറി നടക്കുന്നത് രാത്രി 9:15 അതിനുശേഷവും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു 11 മണിക്കാണ്. അപ്പൊ ആ ഒരു ടൈം വരെ ഞാൻ ആളുടെ കൂടെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ നമ്മളോട് ഇങ്ങനെ മാക്സിമം ഓരോന്ന് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടായാലും ഓരോന്ന് ഫുഡ് കാര്യങ്ങൾ കൊടുത്തിട്ടായാലും ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ആൾക്കാർ ടെൻഷൻ ഫ്രീ ആയിക്കോട്ടെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെ നേഴ്സുമാരെന്താ പറഞ്ഞെന്ന് അറിയോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണുന്നത് സ്യൂട്ട് റൂമിൽ കയറിയിട്ട്. ഞാൻ അവിടെ വേദനിച്ചിട്ട് അങ്ങ് മരിക്കുവാനായി നിൽക്കുക. അപ്പുറത്ത് നിന്ന് ചായ വരുമ്പോഴിരുന്നു. ഞാനേ 10 മണിക്ക് കയറിയതാണേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ വിചാരം എന്താണ്, ഇപ്പൊ ഡോക്ടറും അവിടെ നിന്ന് എന്നെ സിസ്റ്റർ വിളിച്ചു. പിന്നെ ഷാനാന്റെ കൂടെ ഉള്ള ഹസ്ബൻഡ് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞൊരു 10 മണിയപ്പോ ഞാൻ രാവിലെ ഉള്ളിലോട്ട് കയറി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ കൊണ്ട് ഉള്ളിൽ ഇപ്പൊ കഴിയോ, എന്താവും, റെഡി ആവും, ഇപ്പൊ പിന്നെ നോർമൽ ഡെലിവറി ആവോ, സി സെക്ഷൻ ആവോ, എനിക്ക് അറിയില്ലല്ലോ. അതില് വിളിച്ച അവിടെ തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി ഒരു 10-12 മണിയായപ്പോഴും എനിക്ക് നല്ല വയറുവശമൊക്കെ ഉണ്ട്. അവിടെ പ്രസവമെടുത്ത് വീടോടെ കിടക്കുന്നുണ്ട്, നല്ല വയറുവശമൊക്കെ ഉണ്ട്. അതിൽ ഇവൾക്ക് എന്ത് ചെയ്തു, എന്റെ ഉപ്പ പോയിട്ട് ഇവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നു. അതിൽ ഇവള് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒന്നും നോക്കില്ല, എനിക്കാണെങ്കിൽ വയറുവശം കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ പറഞ്ഞു, ഈ ഒരു പണി ചെയ്ത് അവിടെ കിടന്നു, ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞി കുടിച്ച് ലേബർ റൂമില്ല, നല്ല വിഷം വയറിനറിയപ്പോ ഡെലിവറി അടക്കാൻ പോകും. പിന്നെ മനസ്സിൽ കുറെ പിറുവർത്തു, വയറിനറിയില്ലല്ലോ വിശക്കരുത്, ഡെലിവറി ചെയ്യാൻ പോവാണ് വൈഫിൽ നിന്ന് വയറിനറിയില്ലല്ലോ. അല്ല അപ്പൻ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ ഞാൻ ഒക്കെ കടിച്ചു പിടിച്ച് അത്ര നേരമൊക്കെ നിന്ന്. പക്ഷെ ഏറ്റവും പീക്ക് ലെവല് നിൽക്കുമ്പോഴാ ചായയും മറ്റേതൊക്കെ കഴിച്ചോണ്ടിരിക്കും. 6-6:30 മണിയൊക്കെ ആയപ്പോ ചായ കുടിക്കണം തോന്നി. എന്നോട് ഡോക്ടർ ഒന്നും അധികം സംസാരിക്കണില്ല കേട്ടോ, കാരണം എനിക്ക് വേദന അയച്ചിട്ട് ഞാൻ ആരോട് സംസാരിക്കാൻ പോകണമെന്നില്ല. പിന്നെ ഇവരോടാണ് ഡോക്ടർ എല്ലാം പറയുന്നത്. അപ്പൊ പറഞ്ഞ് 6 മണി 5 മണിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അപ്പൊ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ 5 മണി ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ 5 മണിക്ക് ഞാൻ ഡെലിവറി ആവും, അതുവരെ സഹിച്ചാ മതി. 5 മണി വരെ എന്താണ് ഡെലിവറി? ഓരോ ടൈമിലും ഡോക്ടർ വരും, വന്നിട്ട് ഞാനവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെ നിൽക്കും. ഞാൻ ഡോക്ടർ പറയും, പേടിക്കണ്ട നോർമൽ തന്നെയാവും, നോർമൽ ഡെലിവറി തന്നെയാവും, ധൈര്യമായിട്ടിരിക്കുന്നത്. ഡോക്ടർ പോകും. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ രീതികൾ കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വീണ്ടും ഡോക്ടർ വരും, പേടിക്കണ്ട റെഡിയാവും പറയും. അപ്പൊ നമുക്ക് ആ ഒരു ഹോപ്പിൽ എങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരു 8:30 മണിയൊക്കെ ആയപ്പോ 8:30 മണിയൊക്കെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് കുറച്ചൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അതിലും ആയില്ലെങ്കിൽ പിന്നെ സി സെക്ഷൻ ആവേണ്ടി വരും എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വിചാരിച്ചു, ഇത്രയും പിന്നെ ബുദ്ധിമുട്ടി ഇത്രയൊക്കെ ചെയ്തു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈമും ചെയ്തിട്ട്
സി സെക്ഷനോട് ആയാലും ഇനിയിപ്പോ എന്താ അവസ്ഥ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സെക്ഷൻ ആയി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല കെയർ ചെയ്യേണ്ടി വരും ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഉള്ളത് കൊണ്ട് എങ്ങനെയും നോർമൽ ഡെലിവറി ആക്കുക എന്നുള്ളതാണ്, കാരണം ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറെ മോട്ടിവേറ്റ് ചെയ്തു, അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടൊക്കെ കുറെ എന്നെ കൊണ്ട് പറ്റണൊക്കെ ഞാൻ ചെയ്തു. ഈ സമയത്ത് മോട്ടിവേഷൻ ഇങ്ങനെ ചെയ്താൽ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് അവിടെ നിന്ന് എനിക്ക് വയ്യ പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞിട്ട് പറ്റും പറ്റായൊന്നുമില്ല, പറ്റും ഇങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് മറ്റേ സാധനങ്ങളൊക്കെ എടുക്കുക, എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിലായി ഏതായാലും നോർമൽ ഡെലിവറി ഒക്കെ റെഡി ആവുമെന്ന് പറഞ്ഞു. ടൈം ആയപ്പോ തന്നെ ഒക്കെ ബേബി നമ്മളൊന്ന് ചെറുതായിട്ട് ആദ്യം പേടിപ്പിച്ചായിരുന്നു. കരഞ്ഞില്ലേ? ഡെലിവറി കഴിഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞില്ല. അതില് പിന്നെ ഡോക്ടർ ഇങ്ങനെ എടുത്തിട്ട് മുഖത്ത് തട്ടിയാല് അപ്പോഴൊന്നും കരഞ്ഞില്ല. ഞങ്ങൾ സ്യൂട്ട് റൂം ആയതുകൊണ്ട് ലേബർ റൂമിന്റെ ഉള്ളിൽ വേറെയാണ്. അപ്പൊ ഇതിന് മാത്രമായിട്ട് റൂമാണ്. അതില് ഇവര് ഇവിടെ വന്നിട്ട് ചെയ്യല്ലേ, ഇവര് പുറത്തേക്ക് എടുത്തിട്ട് പുക്കിളുകടി കട്ട് ചെയ്തിട്ടും കുട്ടി കരയണില്ല. സാധാരണ പുറത്തേക്ക് എത്തിയതും കുട്ടി കരയണം, കുട്ടി കരണില്ല. കാരണം അവൾ അത്രയും നേരം അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം പിന്നെ ഡോക്ടർ മുഖമൊക്കെ അടിച്ചതൊക്കെ ഒക്കെ നോക്കി, പക്ഷെ ആളുണ്ടായിരുന്നു. പിന്നെ ഇന്റെ പോലെ തന്നെ വേറൊരു കുട്ടിയും കൂടി അപ്പൊ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് സി സെക്ഷൻ ആയി. ഡോക്ടർക്ക് ഇവിടെ നിൽക്കും വേണം, അവിടെയും ചെല്ലണം, ബുദ്ധിമുട്ടായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വേഗം, പിന്നെ നഴ്സുമാര് വേഗം കുട്ടിനെ കൊണ്ട് ഓടി. കുട്ടി അതാ നോക്കിയില്ല, അതായത് പെണ്ണാണോ ആണാണോ നോക്കിയില്ല. കുട്ടി വന്ന സന്തോഷത്തിൽ അങ്ങനെ ഇങ്ങനെ നിക്കുകയാണ്. അതില് കുട്ടി ജെൻഡർ ഏതാണെന്ന് ആരും നോക്കിയില്ല, ഡോക്ടർ നോക്കിയില്ല. അതില് പിന്നെ ഡോക്ടർ പെട്ടെന്ന് നഴ്സിനോട് പറഞ്ഞില്ലേ, നഴ്സിനോട് പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ എന്റെ കുട്ടി പറഞ്ഞു. അതിലാ നഴ്സ് പറഞ്ഞു കുട്ടീനെ, അല്ല കാക്ക് കഴിച്ച് ഡോക്ടറോട്, ഡോക്ടറെ കുട്ടി അത് അയ്യോട്ടോ കുട്ടീനെ. അപ്പൊ അവിടുന്ന് വിളിച്ചു ചോദിച്ചു ഏതാ കുട്ടി കഴിച്ചു. അതില് പറഞ്ഞു പെൺകുട്ടിയാണ് പറഞ്ഞു. അതിലെന്നോട് പറയുന്ന പുറത്തേക്കിനടുത്തൊക്കെ പോയി ഒരറിയിക്ക് ഇറങ്ങും. ഞാൻ പുറത്തേക്ക് വന്നപ്പോ ഭയങ്കര രസമായിരുന്നു. ലേബർ റൂമിന് പുറത്ത് ഞാന് ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വിവരം പറയാൻ വേണ്ടി വരികയാണ്. അപ്പൊ അളിയ അവിടെ നൗഫൽ അവിടെ പുറത്തിരിക്കാനുണ്ട്. ഉമ്മമാരാരെയും കാണാനില്ല. ഉമ്മമാര് എന്റെ ഉമ്മാനെ കാണാനില്ല, ചക്കന്റെ ഉമ്മാനെ കാണാനില്ല, സിനുവിനെ കാണാനില്ല, ആരെയും ലേഡീസിനെ ആരെയും കാണാനില്ല. ഇവരിത് ഇവിടെ പോയി മുഹൂർത്തത്തില് ഒരു 9 ടൈമായി. അങ്ങനെ ഞാൻ നൗഫലിനെ പറയാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പിന്നീട് ഡെലിവറി കഴിഞ്ഞിട്ടോ ഏത് കുട്ടി ചോദിച്ചു, പെൺകുട്ടിയാണ് അറിയിച്ചു. അപ്പൊ ഉമ്മമാരെ എവിടെ ചോദിച്ചു. അപ്പൊ അവര് മുകളിലാണ് പറഞ്ഞത്. സംഭവം നേരത്ത് ചക്കരന്റെ ഉമ്മാക്ക് അതായത് എന്റെ ഉമ്മാക്ക് ഞാൻ പ്രസവിക്കാൻ ആവുന്നില്ലല്ലോ, ഇത്രയും നേരം ആയില്ലേ. പ്രസവിക്കാത്തോണ്ട് എന്റെ അമ്മക്ക് പേടിയായി, ടെൻഷൻ കേറി, ബി പി കൂടി. നെന്നുവേദന ഉള്ള ആളാണ്. അപ്പൊ നെന്നുവേദന വന്നേല് പിന്നെ ഉമ്മാക്ക് കയ്യിൽ നിന്ന് പോയിരുന്നു. ആ വീഡിയോ പിന്നെ വെച്ചാൽ സ്യൂട്ട് റൂമിൽ കയറുന്ന വേറൊരു ഉപയോഗം കൂടി ഉണ്ടായി. അതായത് നമ്മളിപ്പോ ഉള്ളിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണം എന്താ വെച്ചാൽ സിസ്റ്റർമാർ അതോടെ പുറത്തേക്ക് വരുമ്പോഴും നമ്മൾ അവരോട് ചോദിക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പോ ഞാൻ ഉള്ളിലുണ്ടായിരുന്ന കാരണം കൊണ്ട് ഇവർ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കാനുണ്ട്. അപ്ഡേഷൻസ് അവർക്ക് അപ്പോഴപ്പോഴും അറിയാൻ പറ്റും. മറ്റേ നമുക്ക് സിസ്റ്റർമാരോട് ചോദിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടെ ജോലിയുണ്ട്. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഉള്ളിലുള്ളതുകൊണ്ട് ഇവർക്ക് ഇനി അപ്പോഴും ഒരു 15-20 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കും ഓരോരുത്തരായിട്ട് എന്തായി. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇത്രയായി ഇങ്ങനെയായി, പെയിൻ വരുന്നുണ്ട്, റെഡി ആയിട്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, മരുന്ന് കൊടുത്തിട്ടുണ്ട് പറയാൻ പറ്റും. അപ്പൊ അത് സ്യൂട്ട് റൂമിൽ കയറാൻ പറ്റിയൊരു അതിന്റെ ഇടക്ക് പുറകില് ഉമ്മാന്റെ വേറെ ടെൻഷനും കാര്യം. പിന്നെ അത് കാക്കു വന്നിട്ട് പറഞ്ഞേ, എനിക്ക് പിന്നെ സ്റ്റിച്ചൊക്കെ ഇടുന്ന സമയത്ത് കാക്കു വന്ന് പറഞ്ഞ് ഉമ്മാക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ വന്നു ഇത്ര നിന്നുവേനൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ ടെൻഷനായി. അതില് പിന്നെ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നഴ്സുമാര് വന്നിട്ട് പറഞ്ഞ് കാക്കു അപ്പൊ പുറത്തു പോയി. കാക്കു വേറെ എന്താ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. എന്നെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നെ 4 മണിക്കൂർ ശേഷം പുറത്തിറക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞ് എന്താ കഞ്ഞി എന്തേലും തരട്ടെ, ഇത്ര ക്ഷീണിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആ ശരി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മാനോട് പറയണം കഞ്ഞി ഒന്ന് കൊടുന്നേരാ പറയട്ടോ പറഞ്ഞു. അപ്പൊ ഉമ്മാനെ കണ്ടുകൂടാതെ പിന്നെ എന്തായി നെന്നുവേദന അല്ലേക്ക് പേടിയായി. പിന്നെ അപ്പൊ പിന്നെ ഉമ്മ വന്ന് കണ്ടേലും ഉമ്മാക്കും സന്തോഷായി, എനിക്കും സന്തോഷായി. കുഴപ്പമില്ലാത്ത ശരിക്കും ഇവര് ഭയങ്കര ഒരു ബോണ്ടിങ് ആണല്ലേ, ഉമ്മ ചക്കരയായിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ള മക്കളെ പിടിക്കണ ഞങ്ങളാ. ശരിക്കും ഞാൻ വിചാരിക്കായിരുന്നു എങ്ങനെ ഈ നമ്മുടെ മലപ്പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇത്ര ദൂരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വിടുമ്പോഴേ ഉമ്മാന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അന്നെന്ന് മാത്രല്ല, അത് ഇവിടെ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ, അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മള് 1 മാസം ഇവിടെ നിന്നിട്ട് ഞാനും ചക്കരയും കൂടിയിട്ട് പാലക്കാട്ടേക്ക് കുറച്ച് ദിവസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര സങ്കട വിഷമമാണ്. അത് അവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും
ആളുടെ ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്. വിഷമാണ്. അപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എപ്പോഴും അറിയാം എനിക്ക് വേറെ അവിടെ നിന്നും കിട്ടിയില്ലേ. അതിപ്പോഴും കാരണം കുറച്ച് 2 ദിവസം കഴിഞ്ഞ സംഭവം മാറും, ആ നോർമൽ ലെവലിലേക്ക് എത്തും. പക്ഷെ അത്രയും ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ പോകുമ്പോ ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ദൂരെ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റില്ല. പോവാണെങ്കിൽ കുറച്ചധികം നാളെ അങ്ങനെ തന്നെയാണ്. ഞങ്ങള് പോവാണെങ്കിൽ ഒരു 2 ആഴ്ച ഇവിടെ 2 മാസം നിന്നാ ചിലപ്പോ ഞാൻ അവിടെ 1 മാസം എന്നാലും നമുക്കത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പോയി വരിക പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അടുത്താണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ തിരക്കിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് കൂടി ആവുമ്പോൾ നിങ്ങളുടെ തിരക്കുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്യണം, കറക്റ്റ് ടൈം എഡിറ്റ് ചെയ്ത് ബ്ലോഗ് ഇടണം, അതൊക്കെ അതൊക്കെ ഇതിന്റെ വേക്കില് നമ്മൾ നോക്കുക തന്നെ വേണം. ശരിയാണ്. പിന്നെ പിന്നെ നിങ്ങളുടെ കുറെ നല്ല സമയം കുട്ടി കൂടി വന്നപ്പോ പിന്നെ അധികമാണ്. കാരണം അവള് കരഞ്ഞോണ്ടിരിക്കും, ആ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വെച്ചാല് ഈ നമ്മളെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടാൻ മുടങ്ങിയാൽ കൂടി വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടേ ശരിക്കും ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, എന്നാൽ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. അപ്പൊ ഇടയ്ക്കിടെ ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എന്താ ഇന്ന് വീഡിയോ ഇല്ല, എന്താ വീഡിയോ ഇടാൻ പറ്റാന്ന്. കാരണം ഇതൊരു പരമ്പര പോലെ കാണുന്ന ആൾക്കാരുണ്ട്, ആ ഒരു രീതി സീരീസ് പോലെ കാണുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല, അവർക്ക് നമ്മള് പിന്നെ കുറെ ആൾക്കാർ കമന്റ് കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ സന്തോഷം, പിന്നെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആവണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള് നമ്മളെ കുറച്ച് എന്തെങ്കിലും കാര്യം അങ്ങനെയൊക്കെയുള്ള നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പൊ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയില് എനിക്കൊന്ന് ഇക്ക ഭയങ്കര ദേഷ്യത്തോടെങ്കിലും കുറച്ച് ഫാൻസിനെതിരെ ദേഷ്യത്തോടെ സംസാരിച്ച ബേബീനെതിരെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി. അല്ലാതെ നമ്മള് എല്ലാ കാര്യങ്ങളും കേട്ടോണ്ട് ഇരിക്കാൻ പറ്റില്ല. അത് ചില കാര്യങ്ങളൊക്കെ നമ്മള് എക്സ്പോസ് ചെയ്യാൻ വേണം. ഞാൻ പൊതുവെ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളാണ്. പക്ഷെ അന്ന് എനിക്ക് എന്തോന്നല്ല, ഞാനത് വേണച്ചിട്ട് തന്നെ പറഞ്ഞതാണ് കേട്ടോ. ആ വീഡിയോന്റെ കമന്റ്സ് നോക്കിയാലും അതിൽ ഒരു 95% ആൾക്കാരും അല്ലെങ്കിൽ 99% ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. പോയിട്ടുള്ള ഒരു പെർസെന്റേജ് ആൾക്കാര് പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ കുട്ടീന്റെ നിറം വെച്ചിട്ടാണ് അന്ന് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ ഓരോ കമന്റുകൾ ആ രീതിക്ക് വന്നിട്ട്, കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ കറുത്തതായാലും വെളുത്തതായാലും നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഞാൻ ആണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സോഷ്യൽ ഒരു സമൂഹത്തില് നമുക്കൊരു കുട്ടീനെ കിട്ടുക എന്നുള്ളത് ഏറ്റവും ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ അതിനകത്ത് പിന്നെ കുട്ടിക്ക് ഈ കളറാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്നാളുടെ നിറാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്റെ നിറമില്ല, അല്ലെങ്കിൽ ആളുടെ നിറാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഈ വർണ്ണം വിവേചന പറയേണ്ട കാര്യമില്ല. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത ഈ കാര്യമാണ് ഈ വർണ്ണ വിവേചനം. ആ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പൊ കുറെയൊക്കെ നമ്മളത് കേട്ടു. അപ്പൊ ഇതിപ്പോ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോയിൽ കഴിയും, അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ കമന്റ് വന്നാലും ഇത് ഈ വീഡിയോയിൽ കഴിയുന്ന ഇങ്ങനെ നോക്കി ഇതിന്റെ ഇപ്പൊ ആൾക്കാർ പറയണ തന്നെയല്ല. അതില് പിന്നെ ഞാൻ ഉള്ള കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിഞ്ച് വയതെല്ലാം നോക്കിയിട്ട് എങ്ങനെ പറയാൻ മനസ്സുകൊണ്ട് ചോദിച്ചിട്ട് അത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പ്രതികരിച്ച രീതി കറക്റ്റ് ആയിരുന്നു. കാരണം എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സൗമ്യമായി സംസാരിക്കാനാണ്. പക്ഷെ അത് പറയേണ്ട പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നത് സത്യം നമ്മുടെ കുട്ടീനെയാണ് പറയണേ. ഒരു അച്ഛൻ ഉണർന്നതൊക്കെ പറയില്ലേ? അല്ല, അത് സംഭവം എന്റെ കുട്ടിക്ക് മാത്രമല്ല ഞാനത് പറഞ്ഞത്. അത് നാളെ ഒരു സമയം ആരോടും പോയി പറയുന്നത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങള് എന്റെ അടുത്ത് പറഞ്ഞതിരിക്കട്ടെ, കാരണം എനിക്ക് പറയണ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ പല സ്ഥലത്തു നിന്ന്, പല രാജ്യത്തു നിന്ന്, പല ദേശത്തു നിന്നും പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തല്ലാനോ നിങ്ങളോട് ചോദിക്കാനോ ഒന്നും നിൽക്കണില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് കൂടെ പറഞ്ഞ കാര്യം നാളെ ഒരു സമയം നിങ്ങൾ മറ്റൊരാളുടെ മുഖത്ത് പോയി പറയരുത്. കാരണം ചിലപ്പോൾ അവിടെ തല്ലാവും കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അവയർനെസ് പോലെ ഞാനത് പറഞ്ഞത്. നിങ്ങൾ അതൊന്ന് കീപ്പ് ചെയ്യണം, നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ വാക്കിനെ. അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻകേസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങളെ മനസ്സിൽ വെച്ചേക്കുക, അതങ്ങനെ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എനിക്ക് ഞാൻ വീഡിയോയിൽ പറയണ്ട. ഇനി നിങ്ങൾ പറയാനുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞോളി. കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെ 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 ഇഷ്ടംപോലെ ഇഷ്ടംപോലെ. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് എന്റെ സന്തോഷം. കാരണം ഞാൻ പ്രസവിച്ച് നടക്കുമ്പോ തന്നെ അത് കൊറേ കേട്ടിരുന്നു. അപ്പൊ തന്നെ അത് മതി നമുക്ക് ഡിപ്രഷൻ അല്ല അതിന് വലുത് തോന്നാൻ. ഞാൻ ഇവർക്ക് മാക്സിമം ആ ഒരു ലെവലിലേക്ക് വരാതിരിക്കാന്നാണ് ഞാൻ നോക്കണത്. അപ്പൊ അതിനിടെ കൂടി എന്ത് വന്നാലും ഞാനത് തടുക്കുന്ന ആളാണ്. ഞാൻ പൊതുവെ അങ്ങനെയാണ് കേട്ടോ. എന്റെ ഫാമിലിക്ക് എതിരെ എന്ത് വന്നാലും അത് ഞാൻ തടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വേണം. അത് ഏതറ്റം വരെ പോയാലും ഞാൻ ചെയ്യും. അതിനകത്ത് പറയാനല്ല, എന്റെ സ്വഭാവം അതാണ്. ഞാൻ അങ്ങനെ അതായത് ഡിപ്രഷനിക്ക് പോവാൻ പറയും. ഇല്ലടി ഈ പോവില്ല, ഈ അങ്ങനെ പോവില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കോ. അപ്പൊ പിന്നെ നമുക്ക് പോവാണ്ടായിരുന്നു.
ഞാൻ പോയിട്ട് ഞാൻ അങ്ങനെ പറയൂ, കാക്കു എനിക്ക് എന്തോ മാരിയുണ്ട്, ഇന്ന ഒറ്റക്ക് വീട്, കാര്യം മടകളൊക്കെ പോക്കോളി ഇവിടുന്ന് എന്നൊക്കെ പറയൂ. കാരണം പെട്ടെന്ന് നമ്മളൊരു അമ്മയായി, പിന്നെ നമുക്ക് ഉറക്കം കിട്ടണില്ല. ഇപ്പത്തെ അല്ല, അപ്പൊ നമുക്ക് ആ ഒരു ഇതില് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. എന്തൊക്കെയോ ആവക്ക് ഇവര് സംസാരിക്കണ ഇഷ്ടാവണില്ല, കുട്ടി കരയണ ഇഷ്ടാവണില്ല, ആകെ ബുദ്ധിമുട്ട് തന്നെ. അവര് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് പോവും, ഇവിടുന്ന് പോവും, എനിക്ക് എവിടൊക്കെ പോണ മാതിരി ഉണ്ട്. നില്ലടി ഈ ഡിപ്രഷനിക്ക് പോവില്ല. അപ്പൊക്കെ തോന്നി ആരോട് പറഞ്ഞിട്ടാ. ഇതെന്താ സംഭവം, നമുക്ക് പോസ്റ്റ്മോർട്ടം എന്നൊക്കെ കേട്ടിട്ട് എന്ത് സംഭവം അറിയില്ലല്ലോ. എന്നാലും നമുക്കത് കാണാനൊന്നും വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറ്റുന്നൊക്കെ ഓരോന്നും കൊണ്ട് ഞാൻ പറയേ ഒന്നും പ്രശ്നമൊന്നുമില്ല, നീ ഓക്കെയാണ് നിനക്ക് തോന്നലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മാക്സിമം ഒരു എന്താണ് അവിടെ ഇങ്ങോട്ടും പോവാൻ നമ്മൾ കൊണ്ടുപോയില്ലേ, ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോയി. അല്ല ഇതിപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഏത് അവസ്ഥയിൽ കൂടെ പോകുന്നേന്ന്. സോ അത് ഏറ്റവും നമ്മൾ ഇപ്പം ഓൾറെഡി ചക്കരയും ഇത്തരം സിറ്റുവേഷൻ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ലൈഫിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാ അത് ബാലൻസ് ചെയ്തേ? കുറെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. നമ്മള് അത് എന്താ ഇങ്ങനെയാണ്, ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു മാസമായ കുട്ടി റെഡിയാവും, അപ്പൊ ഇനി ഞാനും റെഡിയാവും. ഒരു മാസം കഴിഞ്ഞപ്പോ ഇനിയും റെഡിയാവുണ്ടോ. അപ്പൊ ഭാവി ഇങ്ങനെ പറയും ഇതൊന്നും അല്ല ഇനിയും ഉണ്ട്. പക്ഷെ ഭാവി നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനി ഒരുപാടുണ്ട് നമ്മളോട്, അതിപ്പോ മാറും ഇപ്പൊ മാറും അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇനിയും കുറച്ചുണ്ട്, കുറച്ചും കൂടി ഞാൻ കഴിഞ്ഞാലേ റെഡി ആവുള്ളൂ എന്നൊക്കെ. അത് വെച്ച് നോക്കും, ഭാവിനെ വെച്ച് നോക്കുമ്പോ ഞാൻ വലിയ കുഴപ്പമില്ല. കാരണം രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യാൻ. ടെൻഷനിൽ വേറെ കാര്യം കൂടി ഉണ്ട്. എന്റെ വിചാരം എന്താ അറിയോ, പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ ടെൻഷൻ മാറുന്നായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം എങ്ങനെയെങ്കിലും ഡെലിവറി കഴിഞ്ഞിരുന്നെങ്കിൽ ടെൻഷൻ മാറുമല്ലോ എന്നായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് വീണ്ടും ടെൻഷൻ കൂടുന്നത്. പിന്നെ കുട്ടി പാല് നമ്മള് തരിപ്പ് കയറ്റും, അപ്പൊ ശ്വാസം പോവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതാണ് സംഭവം. പിന്നെ ഓൾറെഡി ഒരു കുട്ടിയുള്ള ആൾക്കാണെങ്കിൽ അത് സുപരിചിതമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും നേരിടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളെ മുന്നിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ എത്ര അറിയുള്ളൂ. അത് ഇത് നല്ല ഏതൊരു കാര്യമായാലും നമ്മൾ മറ്റേ ബെന്യാമിൻ പറഞ്ഞ പോലെ നമ്മളെ കാണാത്ത കഥകളിൽ നമുക്ക് കിട്ടിയ കഥകളെന്ന് പറയില്ല. അതേപോലെ കുട്ടി ചിലപ്പോൾ കരയുമ്പോഴൊക്കെ ശ്വാസം പിടിച്ചോണ്ട് നിൽക്കും. അതിൽ നിന്ന നിപ്പിൽ തന്നെ നമ്മള് ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു പാനിക്കായി പോകും പെട്ടെന്ന്. അപ്പോ മനസ്സിലായി ഇത് ഇങ്ങനെയാണ് കാര്യങ്ങള്. സംഭവം ഇപ്പോഴാണ് ഇങ്ങോട്ടാണ് ടെൻഷൻ കൂടുന്നതെന്ന് മനസ്സിലായി. കുട്ടി വളർന്ന അനുസരിച്ചിട്ട് ടെൻഷൻ റിസ്ക് ബെയറിംഗ് ആണല്ലോ നമുക്ക് കൂടുതലും. ആദ്യത്തെ ഒരു 3 മാസം ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ റെഡിയായി വരുന്നുണ്ട് ഇപ്പൊ ആള്. കുഴപ്പമില്ല, നമ്മള് തിരിച്ചു വരുന്നൊക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഡെയിലി നടക്കുന്ന എല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ടാവില്ല, കാണിക്കേണ്ടത് മാത്രമായിരിക്കും ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കാന്നാ. ഇപ്പൊ അതിലിപ്പം ഫാമിലിയിൽ ഇപ്പം നിങ്ങൾ ഫാമിലി ബ്ലോഗേഴ്സ് ആകുമ്പോൾ ഫാമിലി എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇപ്പൊ നൗഫൽക്കന്റെ ഇന്റർവ്യൂ സമയത്ത് സിസ്റ്റേഴ്സ് തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇവരൊക്കെ വിട്ടുപോയി എന്ന രീതിയിൽ കുറെ ചാനൽസ് അത് ഇട്ടു, പല രീതിയിൽ അത് വ്യാഖ്യാനിച്ചു. അത് നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാവും, മെസ്സേജസ് വന്നിട്ടുണ്ടാവും. ഞാൻ പ്രസവിച്ച് അടക്കുമ്പോഴായിരുന്നു അത്. ഞാൻ പ്രസവിച്ച് എത്ര 3-4 2-3 ദിവസം നടന്നൊരു കാര്യമാണ്. സംഭവം ഒന്നുമില്ല, ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന ചെറിയൊരു കാര്യമാണ്. അത് നമ്മള് ജസ്റ്റ് അങ്ങോട്ട് ഫോൺ വിളിച്ച് സംസാരിച്ച് തരുന്ന കേസായിരുന്നു അത്. പിന്നെ ദോശാല യൂട്യൂബിലേക്ക് എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിന്നെ യൂട്യൂബ് വഴിയുള്ളതായി. എനിക്കൊരു അഹങ്കാരം എന്നുള്ള പേരുണ്ട് കമന്റ് ബോക്സിലേക്ക്. അഹങ്കാരിയാണ്, അവളെ ജാട കണ്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എനിക്ക് അതായത് ഇപ്പൊ ഞാനും ചിക്കു എന്താ പറഞ്ഞ നേരത്തെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കമ്പനി ആയാൽ പിന്നെ അങ്ങനെയാണ്. എനിക്ക് ആദ്യം ഞാൻ അങ്ങനെയാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ മിണ്ടില്ല ആയോ. പക്ഷെ കമ്പനി ആയ അതേപോലെ വളവളാതെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എന്നെ കണ്ട ചിലവർ പറയും ഞാൻ ദേഷ്യക്കാരിയാണ്, ഞാൻ അങ്ങനെ നോക്കണുണ്ട്, എനിക്ക് ദേഷ്യമുള്ള പോലെ നോക്കണ സംഭവം. ഞാൻ അതൊന്നും അറിയില്ല. ചിലപ്പോ എന്റെ മനസ്സിൽ ഞാൻ വല്ല പാട്ടും പാടിയും കൊണ്ടാവും ഇരിക്കുന്നുണ്ടാവുക. അവിടെ പറയാ അവൾക്ക് ദേഷ്യം, അവള് ദേഷ്യത്തോടെ കണ്ടോ നോക്കണ, അവൾക്ക് ചാട കണ്ടോ. സംഭവം അതൊന്നല്ല, അതിന്റെ ഇടയിൽ കൂടെയാണ് പിന്നെ എങ്ങനെ ഈ കമന്റ് ബോക്സ് കൂടെ ഫുള്ള് അതിങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം പല ആളുകളും പല ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്കത് സക്സസ് ആവാനും ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് കൂടാനും പേയ്മെന്റ് കൂടാനും ആണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. പലപ്പോഴും ഇതിൽ ഏതാ ശരി തെറ്റ് നമുക്ക് തന്നെ മനസ്സിലാവാറില്ല ഓഡിയൻസ് എന്ന രീതിയിൽ. സോ അത് ക്രിയേറ്റ് ചെയ്ത രീതിയിൽ ഇഷ്യൂസ് ആണ് എന്ന രീതിയിൽ വരെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും വന്ന ചെറിയൊരു പ്രശ്നം മാത്രമായിരുന്നു.
അത് പിന്നെ ഒരു സൈഡിൽ നിന്ന് യൂട്യൂബിൽ വന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങോട്ട് സംസാരിച്ചു അതിന്റെ റിപ്ലൈ എന്നുള്ള രീതിക്ക് അപ്പൊ അങ്ങനെ വന്നതാണ്. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ഒറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മറുപടി എന്നുള്ള രീതിക്ക് മാത്രമേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെ കുറിച്ച് മുമ്പോട്ട് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല, നമ്മളങ്ങനെ ചെയ്തില്ല. പിന്നെ അതിനിടയ്ക്ക് തന്നെ വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റൊരു ഒക്കെ കാണുമ്പോ നമ്മളെ ഇതൊക്കെ എപ്പോഴും എങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ ശരിക്കും നമ്മൾ നടന്ന കാര്യം നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം എന്താണ് എവിടെയാണ് സംഭവിച്ചതെന്ന്. പിന്നെ അതില് പിന്നെ ആളുടെ ബ്രദർ നൗഫൽ ഇടപെട്ടിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു, സംസാരിച്ചു, അവരവിടെ പോയി ഒക്കെ സോൾവ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മള് നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മമാരും ഉമ്മറയ്ക്ക് പോകുന്ന സമയത്ത് അവര് പിന്നെ രണ്ടാളും വന്നു, നമ്മൾ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ആ സമയത്ത് ഉണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അൺഫോർച്യുനേറ്റ്ലി ഉണ്ടായ കേസ് അത്ര ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇക്കാക്കായിരുന്നു രണ്ട് പെങ്ങന്മാരുടെ ഇടയിലും ആള് പറഞ്ഞു പെട്ടുപോയല്ലോ. ശരിക്കും ഇക്കാരെ കുറിച്ച് ഓർക്കുമ്പോ എന്താ തോന്നുന്നത് ഇപ്പൊ നൗഫലിക്ക? പ്രൗഡുണ്ട്. പിന്നെ എന്താ തോന്നുക, നമുക്ക് ഈ പറഞ്ഞ മാതിരി വാപ്പല്ലാത്തൊരു കുറവ് അങ്ങനെ ഇല്ല, മൂപ്പരനെ ഇല്ല, ഒക്കെ ചെയ്ത വാപ്പാന്റെ ഒരു സ്ഥാനം അത്ര എനിക്ക് വാപ്പാന്റെ ഒരു സ്ഥാനത്താണ്. ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയാണ് അളിയൻ നേരത്തെ പറഞ്ഞത് നമ്മളുള്ള ബോണ്ട് ബ്രദേഴ്സ് എന്നുള്ള ഫ്രണ്ട്സ് എന്നുള്ളൊരു ഇതാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടെ ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും. അതായത് ഞങ്ങൾക്ക് യഥാർത്ഥ ഭാര്യമാർക്ക് പോലും കിട്ടാത്ത ആൾക്കാരാണ്. എന്ന് പറയോ കുടുങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാള് പുറത്തു പോയാൽ ഒരാളെ വിളിച്ചാ മതി, അപ്പൊ മറ്റാളും കൂടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ മതി. അയാള് ഫോണെടുത്തില്ലെങ്കിൽ ഇയാളെ വിളിച്ചാ മതി. അത് വീട്ടിൽ നിന്ന് നമ്മള് രണ്ടുപേരും പോണത് ഒരുമിച്ചാവും, തിരിച്ചു വരണത് ഒരുമിച്ചാവും. ചിലപ്പോ രാത്രി 1 മണിയാവും, ചിലപ്പോ 2 മണിയാവും, ചിലപ്പോ പന്തുകളിലേക്കുള്ള ദിവസമാണെങ്കിൽ വൈകി ടർഫിലൊക്കെ പോകുന്ന ദിവസം വൈകിട്ടാവും വരെ. നമ്മൾ ഒരുമിച്ച് തന്നെ രണ്ടാളും ഉണ്ടാവും, ബൈക്കിലായാലും കാറിലായാലും. ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി പറയാൻ പറഞ്ഞാ എന്തായിരിക്കും? അളിയന്റെല്ലോ എല്ലാം മനസ്സിലാക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് കണ്ടിൽ തോന്നുന്നു നല്ല ക്ഷമിക്കുന്ന ഒരാളാണ്, ക്ഷമയുള്ള ആളാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ ക്ഷമയൊന്നും ഇല്ല കേട്ടോ. ക്ഷമ ഉണ്ട്, പക്ഷെ നൗഫലിനെ കമ്പയർ ചെയ്യുമ്പോ അത്ര ക്ഷമ പെട്ടെന്ന് അതുകൊണ്ട് അവിടെ ഇരിക്കണ ക്ഷമിച്ച് കാക്കൂന്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 year ആയിട്ടില്ല. ഓക്കെ, അപ്പം കപ്പിളാണ്, എത്ര വർഷമായിട്ടുള്ളൂ? ഈ പ്രണയിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്ര ഓർമ്മയുണ്ടോന്ന് ചോദിക്കാം, 2-3 ക്വസ്റ്റ്യൻസ്. ഇന്നടി നടക്കും. ഞാൻ പ്രസവിച്ചു കഴിഞ്ഞ ആളാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാലേ ബുദ്ധി ശരിക്കും വരുള്ളൂ എന്നറിയാം. ബുദ്ധി കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ, പ്രേമിച്ചോട് നടക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് അതന്നെയാണ് അത്. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച തന്നെയാണോ കിട്ടിയത്? എന്തായാലും പഠിച്ചന്നെ. എന്താണ്? എനിക്കൊരു ഫ്രോക്ക് നീല കളറില്. ക്ലോക്ക് ഫ്രോക്ക്. ഓക്കെ, ക്ലോക്ക് എന്തിനാ കൊടുത്തേത്? ഓക്കെ, ശരി, അതിന്റെയാണോ? ഗിഫ്റ്റ് ചെയ്തു. ഇത് വീട്ടില് പിടിക്കത്തില്ലേ? അന്ന് സോഫിന്റെ അവിടെ അവളെ തലയിലിട്ട് അവളോട് പറഞ്ഞു ഈ കൊടുന്നാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവള് പറഞ്ഞു എന്തൊക്കെ ചെയ്യാറുണ്ട്. അവസാനം പിന്നെ എടുത്തതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഒരു സമയത്ത് ഇവിടെ കഴിഞ്ഞ ശേഷം കൊറോണ സമയത്താണ് കാണാൻ പോണത്. ഒരു കടയില്ല, ഒരു സ്ഥലത്ത് കടയില്ല. ഞാൻ ബൈക്കിലാണ് പോണത്. ലാസ്റ്റ് ഇങ്ങനെ പോകുമ്പോ തൃശ്ശൂർ എത്തിയിട്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ചോദിച്ചു, ഇവിടെ അടുത്ത ടെക്സ്റ്റൈൽസ് ഉണ്ടോ ചോദിച്ചു. അവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഷട്ടർ ഇട്ട് കാണല്ലോ, ആ ഷട്ടർ തുറന്നാൽ മതി, അതിന്റെ ഉള്ളിൽ ആളുണ്ട് പറഞ്ഞു. ഷട്ടർ കൊറോണ കൊണ്ട് കടയിൽ തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ചേട്ടനും പുറത്തിരിക്കുന്ന സെക്യൂരിറ്റി, ഞാൻ ചേട്ടാ ഇത് ഓപ്പണിംഗ് ആണ് വെച്ചപ്പോ ആ കയറി പറഞ്ഞു. ഷട്ടർ പൊക്കി നിറച്ച് അതിന്റെ ഉള്ളിൽ കയറുമ്പോ നിറച്ച ആൾക്കാർ തന്നെ. അപ്പൊ അവിടെ നിന്ന് തന്നെ എനിക്ക് സൈസ് അറിയില്ലല്ലോ, ഏകദേശം ഒക്കെ ഒരു സൈസ് വെച്ചിട്ട് പിന്നെ എടുത്തോണ്ട് പോകുന്ന സാധനമാണ് അത്. കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു.
ഞാൻ പിന്നെ ചെറിയ കുട്ടിയല്ലേ, നിങ്ങളല്ലല്ലോ, അതുകൊണ്ട് എവിടെയൊക്കെ ഒന്നില്ലെങ്കിൽ വെട്ടും അല്ലെങ്കിൽ അതങ്ങനെ ഇടും. ഈ ഫോണ് ഇപ്പൊ നൗഫലൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ പ്രേമിച്ചെടുക്കുമ്പോ പിടിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് ജസ്റ്റ് മിസ്സായി പോയത്? ജസ്റ്റ് മിസ്സിനൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. എന്റെ ഉമ്മ എന്തൊരു സാധനം വാങ്ങാൻ പോയിട്ടുണ്ടോ ആ നേരൊക്കെ ഞാൻ വിളിക്കുക. ഒരു ദിവസം അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയ ആളാണ്, പക്ഷെ വഴിന്ന് എങ്ങാനോ ആരോ പറഞ്ഞ് കട തുറന്നിട്ടില്ല എന്ന് തിരിച്ചാ വഴിന്ന് പകുതിയായിട്ട് പോകുന്നു. വന്ന് നോക്കിയപ്പോ ഉമ്മ പറഞ്ഞു ആരാടി ഫോണില്? ഞാൻ പറഞ്ഞു എന്റെ കൂട്ടി. എന്നാ ശരിട്ടോ, ഞാൻ നാളെ നേരത്തെ സ്കൂൾ കാലഘട്ടം അപ്പൊ തന്നെ മാറ്റും. ഇത് സംഭവം അവിടെ വേറെ ആളെ വന്നു അപ്പൊ തന്നെ മനസ്സിലായി. പക്ഷെ പിടിച്ചത് കൈയോടെ ഓരോന്നര പിടിക്കലായിരുന്നു. കിട്ടലൊക്കെ കുറവാ ഫോണൊക്കെ. അത് വീഡിയോ കോൾ ആയിരുന്നില്ലേ? അതല്ലാതെ പിടിച്ചിരിക്കണ ഇഷ്ടം ഒരുപാട്. വീഡിയോ കോളിലാണ് പിടിച്ചത്. ആ വീഡിയോ കോൾ ആയിരുന്നു ലാസ്റ്റ് കൺഫർമേഷൻ വരുന്നത്. അല്ല അതൊന്നല്ല, അതാണ് ഫസ്റ്റ് പഠിച്ചത്. വീഡിയോ കോളിലാണ് ഫസ്റ്റ് പഠിച്ചത്. ഞങ്ങള് പ്രണയിച്ച് 2 മാസം പോലും ആയിട്ടില്ല, അപ്പഴതിനും പിടിച്ചു പോയിട്ട്. എങ്ങനെ സാധിക്കുന്നു? പിന്നെ എവിടം വരെ പോവും അവിടം വരെ പോട്ടെ വിചാരിച്ചു. എന്തൊക്കെ വന്നാലും അത് ഓവർകം ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സ്ട്രോങ് ആയിരുന്നു രണ്ടുപേരും. സ്ട്രോങ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എല്ലാം കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. സ്ട്രോങ് ആയിട്ടാണല്ലോ ഇപ്പൊ ഇതിലെത്തിയത്. അല്ല ഞാൻ പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു നിങ്ങള് കല്യാണം കഴിച്ചാൽ ഞാൻ വേറെ കിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം പിന്നെ വീട്ടുകാരെ നാണക്കേടൊന്നും കേറാൻ വയ്യ, കെട്ടിപ്പോവാറിഞ്ഞു. അങ്ങനെ പിന്നെ കല്യാണം കഴിച്ചു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.